പാലക്കാട് പൊതുവെ LDF-ന് മേൽക്കോയ്മയുള്ളൊരു ജില്ലയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ 2 സീറ്റിൽ ഒന്നും മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കും. ഷംസുദ്ദീൻ വീണ്ടും ജയിക്കാനാണ് സാധ്യത. പിന്നെ ഒരു സീറ്റ് പാലക്കാടാണ്. പാലക്കാട് രമേഷ് പിഷാരടി വന്ന് നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടുണ്ടാക്കിയ ചീത്തപ്പേര് അവിടെ ഉണ്ട്. പിന്നെ മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ വളരെ സ്ട്രോങ് വിക്കറ്റിൽ നിൽക്കുന്നു. പാലക്കാട് BJP-ക്ക് കിട്ടുമെന്നാണ് ഒരു പക്ഷേ കിട്ടിയേക്കാവുന്ന മണ്ഡലമാണ്. മാത്രമല്ല CPM സ്ഥാനാർത്ഥി വളരെ നോൺ എൻറ്റിറ്റിയാണ്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ LDF-ന്റെ എന്ന് ആരോപണമുണ്ട്. ഇനി ഡീൽ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരുടെ വോട്ടിൽ ചോർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ അനുഭാവികളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടാവും. ആ ചോർച്ച സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഗുണം കിട്ടുക. ഷൊർണൂർ PK ശശിക്ക് ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ബുദ്ധിമുട്ടാണ്. ഒറ്റപ്പാലം PK ശശി, അതുപോലെ തന്നെ മലമ്പുഴയിലെ സുരേഷ്, അതും ഒന്നും മലമ്പുഴ സുരേഷും ഒരു പറയുന്നു കുറച്ചൊരു ഓളം ഉണ്ടാക്കാമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ CPM-ന്റെ ഉറച്ച. പട്ടാമ്പിയാണ് പിന്നെയും കോൺഗ്രസിന് മത്സരിച്ച് ജയിക്കാമായിരുന്നൊരു സീറ്റ്. പക്ഷെ അവിടെ ജയിക്കാവുന്ന സ്ഥാനാർത്ഥിക്കല്ല സീറ്റ് കൊടുത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ വലിയ അതിഭയങ്കരമായ UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ 1-2 സീറ്റുകളൊക്കെ വേണമെങ്കിൽ കിട്ടിയേക്കാം. അത്രേ. പട്ടാമ്പി ചാൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ഈ സ്ഥാനാർത്ഥി പോരാ, അതാണ് പ്രശ്നം. UDF-ന്റെ സ്ഥാനാർത്ഥി പിന്നെ അവിടെ സിറ്റിംഗ് ആണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പുള്ളി അവിടെ ഉണ്ട്. പാലക്കാട് 12 12 ഏതാണ്ട് 10 കൂടിയാൽ 9 സീറ്റ് LDF കിട്ടും. 9 അല്ലെങ്കിൽ 10 സീറ്റ് കിട്ടും.